എനിക്ക് സർപ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇത്രയും വലിയ ബോക്സിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ ഒരു ഇത്രയും വലിയ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. പക്ഷേ വിഷമമായിരുന്നു ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുക എന്ന് പറയുന്നതെന്ന് വെച്ചാൽ അത് ഭയങ്കര ഇത് ചെറുതല്ല, ഇത് ഒരു വലിയ ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ പറയും മുന്നേ തന്നെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഗേൾസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു, സെറ്റ് മുണ്ട് ഡ്രാപ്പിംഗ് വീഡിയോ. വിഷു ഒക്കെ അല്ലേ, അപ്പൊ എല്ലാവർക്കും വിഷു മിക്കവാറും എല്ലാവരും സെറ്റ് മുണ്ടും സാരി ഒക്കെ ആയിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്തവണ നമുക്ക് സാരി അല്ല സെറ്റ് മുണ്ടിന്റെ ഒരു ഡ്രാപ്പിംഗ് വീഡിയോ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കൂ. ഷോർട്സ് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഷോർട്സ് കാണാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ലോങ് വീഡിയോ പോയി കാണും, ലോങ് വീഡിയോ കാണാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഷോർട്സ് പോയി കാണും. രണ്ടും ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കാം കേട്ടോ. വളരെ സിമ്പിൾ ആണ്, 2 മിനിറ്റിൽ നമുക്ക് എന്താ പറയാ ഡ്രാപ്പ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഒരുപാട് ലാഗൊന്നുമില്ല, വെറും 3 മിനിറ്റിന്റെ അകത്തേ ഉള്ളൂ ആ വീഡിയോ. അപ്പൊ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കാണാത്തവരാണെങ്കിൽ ഞാൻ ഇവിടെ മുകളിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടിപൊളി വീഡിയോ ആണ് കേട്ടോ, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോ എന്താ പറയാ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഞാനും സുഖമായിട്ടിരിക്കുന്നു. വിഷു ഒക്കെ അല്ലേ, എല്ലാവർക്കും വിഷു കൈനീട്ടം കിട്ടിയോ ഇല്ലേന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എനിക്കും വിഷു കൈനീട്ടം കിട്ടി, സന്തോഷമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, അതുപോലെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാന്ന് വിചാരിക്കണം. നിങ്ങൾ തമ്മിൽ കണ്ടു കാണും, തമ്മിൽ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവുമല്ലോ എന്താണ്. അപ്പോ എന്റെ ബർത്ത്ഡേ ഈ 9th-നായിരുന്നു, 9th കഴിഞ്ഞു. പക്ഷെ ഞാൻ അങ്ങനെ പൊതുവെ ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കാറില്ല. അങ്ങനെ ഫ്രണ്ട്സ് ആയിരുന്നാലും അങ്ങനെ എനിക്ക് സെലിബ്രേഷൻ തരുന്ന കുറവാണ്. ഞാൻ വീട്ടിലായിരുന്നാലും എന്റെ ഫാമിലി ആയിരുന്നാലും അങ്ങനെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാറില്ല. അതൊക്കെ കഴിഞ്ഞല്ലോ, ഏജ് കഴിഞ്ഞല്ലോ. എന്നാലും എല്ലാരും പറയും എന്താ ഏജ് ആയി, ഇനിയും കിടക്കുകയല്ലേ വർഷങ്ങളെന്ന് പറയും. അപ്പൊ ഞാൻ അങ്ങനെ കേക്ക് കട്ടിങ് സെലിബ്രേഷൻ അങ്ങനെയൊന്നുമില്ല. സാധാരണ എന്നത്തെ ഒരു ദിവസത്തെ പോലെ അങ്ങനെയാണ് പോകുന്നത്. 2 വർഷമായിട്ട് യൂട്യൂബ് ഉള്ളതുകൊണ്ട് യൂട്യൂബിലെ വീഡിയോസ് എന്നും റെഗുലർ എടുക്കുന്ന പോലെ വീഡിയോസ് എടുക്കും, എഡിറ്റ് ചെയ്യും, അത് അപ്ലോഡ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളായിട്ട് എൻഗേജ്ഡ് ആയിട്ടിരുന്നു. പിന്നെ വേറെ ഒന്നും സ്പെഷ്യൽ ആയിട്ട് എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. പിന്നെ ആ ഒരു ദിവസം എല്ലാവരും വിഷ് ചെയ്തു. അത് പരിചയമുള്ളവരാകട്ടെ ആയിക്കോട്ടെ, എല്ലാവരും എനിക്ക് വിഷ് ചെയ്തു. അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. വിഷ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്റെ ലൈഫിൽ ഏറ്റവും വലിയ, ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ ആയിരുന്നാലും എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ ബർത്ത്ഡേ ഞാൻ മറക്കാറില്ല. എന്നെ കൊന്നാലും ശരി ഞാൻ മറക്കൂല, അങ്ങനത്തെ ഒരാളാണ്. ബർത്ത്ഡേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ മറക്കുന്ന ആളേ അല്ല. ആ ഒരു കറക്റ്റ് ടൈമിന് വിഷ് ചെയ്തില്ലെങ്കിൽ ആ ദിവസം അവർ വിഷ് ചെയ്തിരിക്കും. അങ്ങനെയാണ് എനിക്ക് വിഷു എന്നുള്ള സാധനം ഭയങ്കര ഒരു വാല്യൂ ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ അതുപോലെ ഞാൻ എല്ലാ വിഷസും കേട്ടു. കോൾസ് ഉണ്ടായിരുന്ന കോൾസ് എല്ലാം അറ്റൻഡ് ചെയ്ത് അങ്ങനെയൊക്കെ ഇരുന്നു. ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ വിളിക്കാനൊക്കെ പോയി. ആ സമയത്ത് ഒരു ബോക്സ് വീട്ടിൽ വന്നു. അത് ആ ബോക്സ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഇത് എന്താണ് എനിക്കറിഞ്ഞൂടാ. അതിൽ അഡ്രസ് ഇല്ല, പേരില്ല, ഒന്നുമില്ല. ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബോക്സ്, അത് ഗിഫ്റ്റ് ഒക്കെ റാപ്പ് ചെയ്തിട്ടുള്ള ഒരു ബോക്സ്. അത് കണ്ടപ്പോൾ ഞാൻ ദൈവം ഇത് എന്ത്, എനിക്ക് പേടി. കാരണം ഇത് എനിക്കുള്ള എന്തെങ്കിലും പണിയാണോ, വലിയ ബോംബാണോ? കാരണം വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അതിനകത്ത് ഇനി എന്തെങ്കിലും സംഭവങ്ങളൊക്കെ കുത്തി നിറച്ച് വെച്ചിക്കണാണോന്നും എനിക്കറിയത്തില്ല. അപ്പൊ എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഓപ്പൺ ചെയ്തില്ല. എന്തായിരുന്നാലും നമുക്ക് നിങ്ങളെ നമ്മളെ ഓഡിയൻസിനെയും കൂടെ കാണിക്കാം, നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. എനിക്ക് സർപ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇത്രയും വലിയ ബോക്സിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ ഒരു ഇത്രയും വലിയ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. പക്ഷെ അത് ഞാൻ ഓപ്പൺ ചെയ്യാൻ എനിക്ക് ടെൻഷനുണ്ട്. അത് എന്തായാലും നമുക്ക് ഫേസ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ബോക്സ് കാണിച്ചു തരാം. ഇതാണ് ബോക്സ്. ലൈറ്റിന്റെ പ്രശ്നം കൊണ്ട് ഇത്രയും വലിപ്പമുണ്ട് ബോക്സ്. അപ്പോ ഇതാണ് ബോക്സ്. ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അതിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോ ഇതാ നമ്മള് സാധനം എനിക്ക് കണ്ടിട്ടല്ല ഇതാവുന്നത്. ഇത് എന്താണ് പൊട്ടിക്കാൻ, നമുക്ക് കവർ ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോ ഇത് നമുക്ക് പൊട്ടിച്ച് നോക്കാം. അമ്മേ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് കേട്ടോ. എന്താവോന്ന് അറിഞ്ഞുകൂടാ, എന്താണ് ഇതിൽ അറിഞ്ഞുകൂടാ. ഈ കവറിന്റെ ബാക്ക് ഒന്ന് ഞാൻ വലിച്ചിളക്കി. എനിക്ക് അതൊന്നും കാത്തിരിക്കാനൊന്നും വഴി ഞാൻ ഇത് തുറക്കുകയാണ് കേട്ടോ. ഇങ്ങനെ
ആക്ച്വലി എന്റെ ക്യാമറ ട്രൈപോഡ് ഇച്ചിരി പ്രശ്നമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. അപ്പൊ എന്താന്ന് നോക്കാം. ഇതെന്താ കുറെ ബബിൾ റാപ്പ് ഉണ്ട്. ഇനി അടുത്തെന്താ നോക്കട്ടെ. ഡ്രസ്, ബ്ലാക്ക് ഡ്രസ്സാണ് കേട്ടാ. അടുത്തെന്താണെന്ന് നോക്കാം. അടുത്തത് ചപ്പലാണ്. പൊട്ടിച്ച് നോക്കാം നമുക്ക്. ഇത് ഇളക്കാൻ പറ്റുന്നില്ല, നോക്കട്ടെ ഗൈസ്. എനിക്ക് കുറച്ച് ആക്രാന്തം കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ സൈസ് 8 എന്റെ സൈസ് തന്നെയാണ്. ചെരുപ്പ് അതൊരെണ്ണം. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഒരു ബോക്സേ കുരുങ്ങളുണ്ട്. ബോബോളോ അറിയത്തില്ല. നോക്കാം. അയ്യോ പൊട്ടിക്കാൻ വരും. നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. ആരായിരുന്നാലും നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തന്നെയാണ് ഇതെല്ലാം. ഈ ബോക്സില് രണ്ട് നെയിൽ പോളിഷ് ഉണ്ട്. അതെന്റെ ഫേവറേറ്റ് കളർ തന്നെ, ബ്ലാക്ക്. പിന്നെ ഒന്ന് മെറൂൺ ഷെയ്ഡ് ഡാസിലറുണ്ട്, അതുകൊണ്ട്. പിന്നെ രണ്ട് സെറ്റ് ജിംക സെറ്റും ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. അപ്പൊ അങ്ങനെ ആ ഒരു സംഭവം. നമ്മൾ ഡ്രസ്സ് നോക്കിയില്ല, ഡ്രസ്സ് നമ്മൾ ലാസ്റ്റ് പൊട്ടിച്ച് നോക്കാന്ന് വിചാരിച്ച് അതെങ്ങനത്തെ ആണെന്ന്. ഇത് വളയാണ് കേട്ടോ, കുപ്പിവള. ഞാന് ഒരു വീഡിയോക്ക് വേണ്ടിട്ട് ബ്ലാക്ക് മേടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് എന്നെ പേടി കുപ്പിവള എത്തിയിരിക്കുന്നു. ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണെന്ന് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഡ്രസ്സ് എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എങ്ങനെയുള്ള ഡ്രസ്സാണെന്ന് കാണാൻ വേണ്ടിട്ട്. ഇത് നമുക്ക് ലാസ്റ്റ് പൊട്ടിച്ച് നോക്കാം. ഡ്രസ്സ് നോക്കാം നമുക്ക്. പൊട്ടിക്കാൻ പറ്റും. ഫ്രോക്ക് ടൈപ്പ് ഒരു ടോപ്പാണേ. ഞാൻ എപ്പോഴെങ്കിലും ഈ ഡ്രസ്സ് വീഡിയോക്ക് ഇടാം, അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കൊള്ളാം. ഏത് സൈസാണെന്ന് ഞാൻ നോക്കിയില്ല. ഏത് സൈസാണ്? മീഡിയം ആണ്. അതും എന്റെ സൈസ് മനസ്സിലാക്കി. വലിച്ചിട്ടാണൊക്കെ എങ്ങനെ മനസ്സിലായി? അതാ അല്ലെ ആരോ പരിചയമുള്ള ആരോ എനിക്ക് തന്നതാണെന്ന് എനിക്ക് ഫീൽ ചെയ്യണേ. കാരണം ഇത്രയും കറക്റ്റ് ആയിട്ട് ഈ സാധനങ്ങളെല്ലാം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കുപ്പിവള അത് എന്റെ ഫേവറേറ്റ്. ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഗ്രീൻ എന്റെ ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് എനിക്ക് കഴിച്ചത് എനിക്കറിഞ്ഞൂടാ. ഇതാ സത്യം പറഞ്ഞ ഇതെല്ലാം മീൻസ് ഞാൻ ആഗ്രഹിച്ച കുറെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. ചപ്പല് സഹിതം കറക്റ്റ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ആരാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ആരായിരുന്നാലും പ്ലീസ് എനിക്കൊന്ന് ഇൻബോക്സ് ചെയ്യണം. താങ്ക് യു സോ മച്ച്, ലോട്ട് ഓഫ് ലവ്. കാരണം എനിക്കിങ്ങനെ ആരും സർപ്രൈസ് തന്നിട്ടില്ല. സോ അതുകൊണ്ടായിരിക്കണം എനിക്ക് ഇത്രയും ഇമോഷണലി ഭയങ്കരമായിട്ട് വിഷമമായിരുന്നു. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുക എന്ന് പറയുന്നതെന്ന് വെച്ചാൽ അത് ഭയങ്കര ഇത് ചെറുതല്ല, ഇത് ഒരു വലിയ ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. എന്തായിരുന്നാലും ഞാൻ കൂടുതലായിട്ട് സർപ്രൈസ് ചെയ്യുന്നില്ല. അപ്പോ ഈ ഒരു എന്താ പറയാ, ഈ ഒരു വീഡിയോയില് ഈ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് തന്ന വ്യക്തിനെ ഞാന് വെളിപ്പെടുത്താൻ പോവാണ് ഗൈസ്. അപ്പൊ നിങ്ങൾ ഇത്രയും നേരം വാച്ച് ചെയ്ത് ആരാണെന്ന് എന്തായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. എന്തായാലും ആ വ്യക്തി ഞാൻ എന്തായാലും റിവീൽ ചെയ്യാന്ന് വിചാരിച്ചു. ഇനി റിവീൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്നെ തല്ലിക്കൊല്ലും. അപ്പോ ഞാൻ നേരത്തെ ഇതൊക്കെ പറഞ്ഞെങ്കിലും ആരാണ് മെസ്സേജ് എന്നൊക്കെ പറഞ്ഞില്ലേ, എന്നാലും അത് ആരാണ് ഞാൻ വെളിപ്പെടുത്താന്ന് വിചാരിച്ച് ഞാൻ ആളൊക്കെ കണ്ടുപിടിച്ചേട്ടാ.
ആ ആളെന്ന് വെച്ചാൽ വേറെ ആരുമില്ല ഗൈസ്, നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഞാൻ തന്നെയാണ് ഈ ബോക്സ് ഫുൾ എന്താ പറയാ റാപ്പ് ചെയ്തത്, ഫുൾ ഇങ്ങനെ ഗിഫ്റ്റ് ആക്കി വെച്ചതും ഒക്കെ ഞാൻ തന്നെയാ. ഈ വളേഴ്സ് ഒക്കെ വാങ്ങിയെന്ന് വെച്ചാല് നമുക്ക് പുതിയ വീഡിയോസ് ഉണ്ട്, അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. എനിക്ക് സെൽഫായിട്ട് ഞാൻ മേടിച്ച കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ അതിൽ ഒരു കാര്യം ഒഴിവാക്കി ബാക്കി എല്ലാം ഞാൻ വാങ്ങിച്ചാണ്. എനിക്കറിയില്ല ഈ ഡ്രസ്സ് എനിക്ക് എന്റെ കറക്റ്റ് സൈസിൽ ആരാണ് ഓർഡർ ചെയ്തത്. ഇനി ആ ഡ്രസ്സ് തെറ്റി വന്നാണെന്ന് പോലും അറിയില്ല, പക്ഷെ എന്റെ പക്ക എന്റെ അഡ്രസ്സിലാണ് വന്നത്. പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ ഇത് ആരയച്ചാണെന്ന് എനിക്കറിയണം. ആരയച്ചായിരുന്നാലും അവരെനിക്ക് എക്സ്പെഷ്യലി ഈ ഡ്രസ്സ് അയച്ച ആരായിരുന്നാലും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചേ പറ്റൂ. എനിക്ക് സംസാരിക്കണം. ആരായിരുന്നാലും താങ്ക് യു സോ മച്ച്. ഞാൻ ഇത് ഇട്ട് നോക്കിയിട്ട് കറക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയാം. ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. കാരണം 9-ാം തീയതി അന്ന് തന്നെ ഒരു 11-12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഫോട്ടോസ് എടുക്കുന്ന ടൈമായിരുന്നു. നമ്മൾ അന്ന് വിഷുവിന്റെ ഷൂട്ട് എടുക്കുകയായിരുന്നു, ഫോട്ടോസും വീഡിയോസും എടുക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു ഈ ഡ്രസ്സ് ഡെലിവർ ആയത്. അപ്പൊ ഞാനിങ്ങനെ ആ ഡ്രസ്സിൽ പോയി ചെന്ന് മേടിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ആ കൊണ്ടുവന്ന കൊറിയർ ചേട്ടൻ തന്നെ അന്തം ഈ കുട്ടിക്ക് പറ്റിയത്, അതുപോലെയാണ് ഞാൻ നിന്നത്. അപ്പൊ ഈ ഡ്രസ്സ് ആരായിരുന്നാലും താങ്ക് യു സോ മച്ച്. എനിക്കും എന്താ പറയാ എന്നെ സ്നേഹിക്കാനും എനിക്കും എന്താ പറയാ ഫാൻസ് ഉണ്ടല്ലോ, അതിന് വളരെ താങ്ക് യു. സന്തോഷം, ഒരുപാട് സന്തോഷം. ഈ ഡ്രസ്സ് എന്തായിരുന്നാലും ഞാൻ വീഡിയോക്ക് ഇടും. ഈ ഡ്രസ്സ് എന്തായിരുന്നാലും സൂക്ഷിച്ചു വെക്കും കേട്ടോ. ഇത് ബ്ലാക്ക് ആണ്, എന്റെ ഫേവറേറ്റ് ആണ്. പിന്നെ എന്റെ കറക്റ്റ് സൈസിലുമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആരായാലും അവരുടെ അടുത്ത് ഒരുപാട് സന്തോഷം. എന്റെ ലൈഫില് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊരു സർപ്രൈസിങ് ആയിരുന്നു, ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ എന്നെ തെറി പറയരുത് ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിന് ഇങ്ങനെയുള്ളൊരു പ്രാങ്ക് വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ കാണാൻ വരെ